വെളുത്ത ബാബു. മാധവിക്കുട്ടി. വെളുത്ത ബാബുവിനെപ്പറ്റി അവൾ കേട്ടത് തൻ്റെ അംഗരക്ഷകനായ പോലീസുകാരനിൽ നിന്നാണ്. രൂപം വിവരിച്ചപ്പോൾ ബന്ധപ്പെടുവാൻ ആഗ്രഹം തോന്നി. വെളുത്ത നിറം, ശിരസ് മൂടുവാൻ ഒരു രക്തവർണ്ണ തുവാല, കറുത്തു തേഞ്ഞ പല്ലുകൾ, ബീഡിക്കറ തട്ടി കറുത്ത ചുണ്ടുകൾ, കുതിരസവാരിക്കാരുടേതെന്ന പോലെ വളഞ്ഞ കാലുകൾ. അയാളെ ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയുമെന്ന് അവൾക്ക് തോന്നി. തൻ്റെ ചിരകാലാഗ്രഹം അയാൾ സാധിപ്പിക്കും, തീർച്ച. വേലക്കാരിയുടെയും ഡ്രൈവറുടെയും കാവൽക്കാരൻ്റെയും കണ്ണുകൾ വെട്ടിച്ച് ഇടവഴിയിൽ കൂടി നടന്ന് ഓട്ടോയിൽ സഞ്ചരിച്ച് ജൂത ദേവാലയവും പ്രാചീന വിഗ്രഹങ്ങളുടെ വിൽപ്പനശാലകളും സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് അവൾ എത്തിയത് രാവിലെ 10:30-ക്കായിരുന്നു. സൂര്യവെളിച്ചത്തിന്റെ തീഷ്ണത അവളുടെ കണ്ണുകളെ വേദനിപ്പിച്ചു. മുസ്ലിം വസ്ത്രധാരണ രീതി കൊണ്ടാവാം അവളെ ആർക്കും പെട്ടെന്ന് തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. നിരനിരയായി കാണപ്പെട്ട ഷോപ്പുകളിലേക്ക് അവൾ കണ്ണോടിച്ചു. മണ്ണടിഞ്ഞ് നശിച്ച തറവാടുകളിൽ നിന്നും സംഭരിച്ച ചങ്ങലവട്ടകളും ഗോപുരപ്പെട്ടികളും ഓട്ടുതമലകളും അവൾ കൗതുകത്തോടെ നോക്കിക്കണ്ടു. ഇനി ഒരിക്കലും തനിക്ക് പ്രവേശനം അനുവദിക്കാത്ത ആ ഗ്രാമത്തെയും അവൾ സ്നേഹപുരസരം ഓർത്തു. ഉടമസ്ഥരെ അതിജീവിച്ച ജീവിതോപകരണങ്ങൾ, മനുഷ്യന്റെ അസ്ഥികൂടത്തേക്കാൾ ആയുസ്സുള്ള ലോഹ സാമഗ്രികൾ, തൻ്റെ തറവാട്ടിലെ ഇരുളിൽ തിളങ്ങിയിരുന്ന വിളക്കുകളെ അവൾക്ക് ഓർമ്മ വന്നു. ഇല്ല, ഇന്ന് താൻ പുതിയൊരു അവതാരമായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു. തനിക്ക് ഭൂതകാലത്തിന്റെ പ്രതീകമായ ആ ഗ്രാമശാന്തിയിലേക്ക് പ്രവേശനം ലഭിക്കുകയില്ല. തൻ്റെ കവിതാ സമാഹാരങ്ങൾ പ്രദർശിപ്പിച്ചിരുന്ന ഒരു പുസ്തകക്കടയുടെ ചവിട്ടുപടികൾ പ്രയാസപ്പെട്ട് കയറിയപ്പോൾ അവൾ വിയർത്തു. അതിൻ്റെ നിഴലുകളിൽ നിന്ന് വേർപെട്ട് ഒരു വിളർത്ത മനുഷ്യൻ അവളെ സമീപിച്ചു. പുതിയ പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്, അയാൾ പറഞ്ഞു. ലാറ്റിൻ അമേരിക്കൻ ഗ്രന്ഥകാരുടെ പുതിയ കൃതികൾ. ഞാൻ പുസ്തകം വാങ്ങാൻ വന്നതല്ല, അവൾ പറഞ്ഞു. ഞാൻ ഒരാളെ അന്വേഷിച്ച് ഈ പ്രദേശത്ത് വന്നതാണ്. വെളുത്ത ബാബു എന്ന് വിളിക്കപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ. ഷോപ്പിന്റെ ഉടമ അവൾക്ക് ഇരിക്കുവാൻ ഒരു പീഠം നീക്കിവെച്ചു. ഇവിടെ 5-6 പേരുണ്ട് ബാബു എന്ന പേരുള്ളവർ. വെളുത്ത ഒരു ബാബു ഇവിടെ വെങ്കലപാത്രങ്ങൾ വിൽക്കുന്നുണ്ട്. ഇവിടെ നിന്ന് 7-ാമത്തെ കടയാണ് അയാളുടെ കട. പുറത്ത് ഓട്ടുരുളികൾ വെച്ചിരിക്കുന്ന കട, അയാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞ ബാബുവിന് പാത്രക്കച്ചവടമില്ല. അയാൾ ഒരു വാടകക്കൊലയാളിയാണ്. ഞാൻ പിറുപിറുത്തു. അല്പനേരത്തെ മൗനത്തിനു ശേഷം അയാൾ ചോദിച്ചു, മാഡത്തിന് ഒരു വാടകക്കൊലയാളി ആവശ്യമുണ്ടോ? അവൾ തലകുലുക്കി. അവളുടെ കണ്ണുകൾ നനയുന്നത് അയാൾ അസ്വാസ്ഥ്യത്തോടെ മനസ്സിലാക്കി. നിങ്ങളെ കണ്ടാൽ ഒട്ടും ക്രൂരതയില്ലാത്ത ഒരു മാന്യാണെന്ന് ആർക്കും തോന്നും, അയാൾ പറഞ്ഞു. ആരാണ് ഈ മനുഷ്യനെപ്പറ്റി മാഡത്തിനോട് പറഞ്ഞു തന്നത്? എൻ്റെ അംഗരക്ഷകനായ ഒരു പോലീസുകാരനാണ് വെളുത്ത ബാബുവിനെ പറ്റി പറഞ്ഞു തന്നത്. 30,000 രൂപ കൊടുത്താൽ ബാബു ആരെയും കൊന്നു തരുമെന്ന് പറഞ്ഞു. മിക്ക സമയവും ജയിലിലാണ്. പുറത്തു വരുമ്പോൾ വീണ്ടും പഴയ തൊഴിലിൽ ഏർപ്പെടും. മറ്റൊരു തൊഴിലും അയാൾക്കറിയുകയില്ല. രാഷ്ട്രീയ പ്രമാണികൾക്കൊക്കെ വേണ്ടപ്പെട്ടവനാണ്. ജാമ്യത്തിലിറക്കുവാനും കേസ് വാദിക്കാനും പ്രബലരുണ്ട്. അവൾ കിതപ്പോടെ പറഞ്ഞു നിർത്തി. മാഡത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ ഇതാ ഈ നിമിഷത്തിൽ എനിക്ക് ആളെ മനസ്സിലായി. മതപരിവർത്തനത്തിന് ശേഷം ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. മാപ്പ് തരണം. കാപ്പി മേടിച്ചു കൊണ്ടുവരട്ടെ? കടയുടമസ്ഥൻ ചോദിച്ചു. വേണ്ട, ഞാൻ സമയം തെറ്റിച്ച് ഒന്നും കുടിക്കാറില്ല, അവൾ പറഞ്ഞു. എന്നാൽ ഒരു കൊക്കോക്കോള, അയാൾ പറഞ്ഞു. ഇല്ല, ഞാൻ മടങ്ങുകയാണ്. വെയിൽ മൂക്കുന്നതിന് മുമ്പ് ഞാൻ മറ്റൊരു ദിവസം വരാം. എനിക്ക് തലകറക്കം അനുഭവപ്പെടുന്നു. ഒരു ഓട്ടോ കിട്ടിയാൽ നന്നായിരുന്നു, അവൾ മന്ത്രിച്ചു. ഞാൻ വിളിച്ചുകൊണ്ടുവരാം, ഇവിടെ തന്നെ ഇരിക്കുക, അയാൾ പറഞ്ഞു. പിന്നീട് ഓട്ടോയിൽ കൈപിടിച്ച് കയറ്റിക്കൊണ്ട് അയാൾ ചോദിച്ചു, ആരാണ് ശത്രു? വധിക്കപ്പെടേണ്ട ശത്രു ആരാണ്? ശത്രു ഞാൻ തന്നെ, അവൾ പറഞ്ഞു.